കേരളത്തിൽ ഇലക്ഷൻ മത്സരിച്ച മന്ത്രിമാരിൽ 9 പേരുടെ വിജയത്തിൽ ആശങ്ക രേഖപ്പെടുത്തി CPM. ഇതിൽ പ്രധാനപ്പെട്ട മന്ത്രിമാര് 2 പേരാണ്, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ആരോഗ്യ വകുപ്പ് മന്ത്രിയും. ഇതിൽ ഒരു മന്ത്രിയുടെ പരാജയം കേരളത്തിലെ ജനങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതാണ്. അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും അത് ഏതാ മന്ത്രി എന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യും. അതിനു മുമ്പായി ഈ വാർത്ത ഒന്ന് കേട്ടു നോക്കും. മെയ് 4 വിധി വരാതിരിക്കെ 9 സിറ്റിംഗ് മന്ത്രിമാരുടെ കാര്യത്തിൽ LDF ആശങ്കയുണ്ട്. അതിൽ CPM മന്ത്രിമാരും ഘടകകക്ഷി മന്ത്രിമാരുമുണ്ട്. ആരൊക്കെ എന്നത് നോക്കാം. നമ്മുടെ പിന്നിൽ ആ ചിത്രങ്ങൾ വരികയാണ്. ആദ്യത്തെ 3 മന്ത്രിമാർ നേമത്ത് വി ശിവൻകുട്ടി വിജയിക്കുമോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പൊന്നും നിലവിൽ CPMന്റെ വിശകലനത്തിൽ ഉണ്ടാകുന്നില്ല. നേമത്ത് നമുക്കറിയാം ഒരു ത്രികോണ പോരാട്ടം നടക്കുകയാണ്. BJPയുടെ രാജീവ് ചന്ദ്രശേഖരനും ഒപ്പം കോൺഗ്രസിൽ നിന്ന് ശബരിനാഥുമാണ് സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത്. ആറന്മുളയിൽ വീണ ജോർജിനോട് എതിരിട്ട് നിൽക്കുന്നതും കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖർ തന്നെയാണ്. അബിൻ വർക്കിയും ഒപ്പം BJPയിൽ നിന്ന് കുമ്മനം രാജശേഖരൻ, ഞാൻ പേര് പെട്ടെന്ന് മറന്നു പോയിട്ടോ, കുമ്മനം രാജശേഖരനുമാണ് അവിടെ മത്സരത്തിൽ നിൽക്കുന്നത്. കളമശ്ശേരിയിൽ P രാജീവ്, കളമശ്ശേരി മണ്ഡലത്തിൽ വലിയ വിജയ പ്രതീക്ഷയാണ് മുന്നോട്ട് വെച്ചിരുന്നത് LDF. പക്ഷേ P രാജീവിന്റെ ഇത്തവണത്തെ വിജയത്തിലും വലിയ ആശങ്ക LDFിനുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാനന്തവാടിയിൽ OR കേളു മത്സരം നേരിടുന്നുവെന്ന് പാർട്ടി തന്നെ വിലയിരുത്തുന്ന സാഹചര്യമുണ്ട് എന്നത് അത്ഭുതകരമാണ്. പത്തനാപുരത്ത് നേരത്തെ പറഞ്ഞതുപോലെ KB ഗണേഷ് കുമാർ, ജ്യോതികുമാർ ചാമക്കാലയിൽ നിന്നൊരു മത്സരം നേരിടുന്നു എന്നുള്ള രാഷ്ട്രീയത്തിൽ തന്നെ വളരെ കൗതുകകരമായ ഒരു വാർത്തയായിരിക്കാം ഒരു പക്ഷേ നേരത്തെ രാഖി ശ്രീശിത് ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു MLA എങ്ങനെയാണ് ഒരു മണ്ഡലത്തിൽ നിൽക്കേണ്ടത് എന്ന് നമ്മൾ വിചാരിക്കുന്നത്, നിൽക്കേണ്ടത് എന്ന് നമ്മൾ വിചാരിക്കുന്നത്, ആ തരത്തിലുള്ള പ്രവർത്തനം പോയ 5 വർഷക്കാലം ജ്യോതികുമാർ ചാമക്കാല അവിടെ നടത്തിയിരുന്നു എന്നുള്ളതാണ്. പത്തനാപുരം മണ്ഡലത്തിൽ കടുത്ത ഒരു പോരാട്ടം CPM തന്നെ കണക്കുകൂട്ടാനുള്ള കാരണം. തൃത്താലയിൽ MP രാജേഷിന്റെ വിജയവുമായി ബന്ധപ്പെട്ടും പാർട്ടിക്ക് ആശങ്കകളുണ്ട്. VT ബൽറാം അവിടെ തിരിച്ചു പിടിക്കുമോ മണ്ഡലം എന്നൊരു ആശങ്ക അവിടെയും നിലനിൽക്കുന്നുണ്ട്. തിരൂരിൽ V അബ്ദുറഹ്മാൻ, നമുക്കറിയാം താനൂരിൽ നിന്ന് തിരൂരിലേക്ക് V അബ്ദുറഹ്മാൻ സ്വന്തം താല്പര്യപ്രകാരം പോയതാണ്. തിരൂരിൽ അദ്ദേഹത്തിന്റെ വിജയ സാധ്യതയെക്കുറിച്ച് LDFന് വലിയ ആശങ്കകളുണ്ട്. ഇടുക്കിയിൽ റോഷി അഗസ്റ്റിൻ എവിടെ നിന്നാലും വിജയിക്കും എന്ന് വിചാരിക്കുന്ന മണ്ഡലമാണ്. അതായത് ഏത് പാർട്ടിയിൽ നിന്നാലും വിജയിക്കും എന്ന് വിചാരിക്കുന്ന, ഏത് മുന്നണിയിൽ നിന്നാലും വിജയിക്കും എന്ന് വിചാരിക്കുന്ന ഒരു മണ്ഡലമായിരുന്നു ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അവിടെ വലിയ പോരാട്ടം നടക്കുന്നു എന്നാണ് പാർട്ടി വിലയിരുത്തുന്നത്. കണ്ണൂരിലുണ്ടായ രാഷ്ട്രീയ പോരാട്ടങ്ങളും മാറ്റങ്ങളും ഒക്കെ നമുക്കറിയാം. കണ്ണൂരിൽ രാമചന്ദ്രൻ കടന്നപ്പള്ളിയുമായി ബന്ധപ്പെട്ടും LDFന് ആശങ്കകളുണ്ട് എന്നുള്ളതാണ് ഇത്തവണത്തെ അവലോകന യോഗത്തിന് ശേഷം നമ്മുടെ മുന്നിൽ വരുന്ന വാർത്തകൾ. എന്തായാലും മെയ് 4 വരെ നമ്മൾ കാത്തിരിക്കുക.